ചർമ്മരോഗങ്ങൾക്കുള്ള ചികിത്സ ചെയ്യുമ്പോൾ അത് സ്കിന്നിൽ ഒരു ഡിഫറൻസ് കൊണ്ടുവരാൻ അല്ലെങ്കിൽ ഒരു റിസൾട്ട് കാണാൻ ഏകദേശം എത്ര സമയം എടുക്കും, എത്ര ദിവസം എടുക്കും? ഈ വിഷയത്തെക്കുറിച്ച് നമുക്ക് ഈ വീഡിയോയിൽ നോക്കാം. ഞാൻ ഡോക്ടർ ഫിബിൻ തൻവീർ, സീനിയർ കൺസൾട്ടന്റ് ഡെർമറ്റോളജിസ്റ്റ്, സ്റ്റാർ കെയർ ഹോസ്പിറ്റൽ, കോഴിക്കോട്. ട്രീറ്റ്മെന്റ് റെസ്പോൺസ്, അതായത് ചികിത്സ ചെയ്തു കഴിഞ്ഞ് മരുന്നിനോടുള്ള ശരീരത്തിലോ സ്കിന്നിലോ ഉള്ള റെസ്പോൺസ്, ഇത് അസുഖത്തെയും മരുന്നിനെയും ഡിപ്പെൻഡ് ചെയ്യും. പക്ഷെ ഇതിനെക്കുറിച്ച് ഏകദേശം ഒരു ധാരണ ഒരു ആസ് എ പേഷ്യന്റ് നമുക്ക് ഉണ്ടാവേണ്ടതാണ്. കാരണം ഇത് ഓരോ അസുഖത്തിനും ഡിഫറൻസ് ഉണ്ടാകും. ഫോർ എക്സാമ്പിൾ, ഒരു വട്ടച്ചൊറി ആണെങ്കിൽ ചിലപ്പോൾ ഒരു 1 or 2 വീക്സിനുള്ളിൽ ആ ചൊറിച്ചിൽ കുറയാം. പക്ഷെ അതേസമയം ഒരു മുഖക്കുരു ആണെങ്കിൽ ചിലപ്പോൾ നമുക്ക് ഡിഫറൻസ് കാണാനായിട്ട് 1-2 മാസങ്ങൾ എടുക്കാം. ചിലപ്പോൾ മുടി കൊഴിച്ചിലാണെങ്കിൽ അതിലും കൂടുതൽ സമയം എടുക്കാം. ട്രീറ്റ്മെന്റ് ചെയ്ത് കഴിഞ്ഞ് അതിൻ്റെ അകത്തൊരു ഡിഫറൻസ് കാണണമെങ്കിൽ. ഇത് എന്തുകൊണ്ടാണ് ഇത് അറിഞ്ഞിരിക്കണം എന്ന് പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ചിലപ്പോൾ പേഷ്യന്റിന്റെ എക്സ്പെക്ടേഷൻ, ആസ് എ പേഷ്യന്റ് നമ്മളുടെ എക്സ്പെക്ടേഷൻ ഒരാഴ്ച കൊണ്ട് മരുന്ന് ചെയ്ത് കഴിഞ്ഞാൽ വ്യത്യാസം വരണം എന്നാണ്. പക്ഷെ ചിലപ്പോൾ അത് പ്രാക്ടിക്കലി സംഭവിക്കുന്ന കാര്യമായിരിക്കില്ല. ഈ വിഷയം നമുക്ക് അറിയില്ല എന്നുണ്ടെങ്കിൽ, ഈ ഒരു എക്സ്പെക്ടേഷൻ നമുക്ക് കൃത്യമായിട്ടില്ല എന്നുണ്ടെങ്കിൽ, നമ്മൾ കുറച്ച് ദിവസം മരുന്ന് ചെയ്തതിന് ശേഷം ആ മരുന്ന് അങ്ങ് നിർത്തിവെക്കും. ഇതാണ് യൂഷ്വലി ഞങ്ങൾ കാണാറ്. സ്ലോ ആയിട്ട് റെസ്പോണ്ട് ചെയ്യുന്ന കണ്ടീഷൻസ് ലൈക്ക് മുടിയൊഴിച്ചിൽ അല്ലെങ്കിൽ മുഖക്കുരു, ഇങ്ങനത്തെ കാര്യത്തിലൊക്കെ ചിലപ്പോൾ 1 or 2 വീക്സ് മാത്രം മെഡിസിൻ ചെയ്തിട്ട് പേഷ്യൻസ് നിർത്തി പോവാറുണ്ട്. അല്ലെങ്കിൽ വട്ടച്ചൊറി പോലത്തെ കണ്ടീഷൻ ആണെങ്കിൽ കുറച്ചൊരു ഡിഫറൻസ് കാണുമ്പോഴത്തേക്ക് മരുന്ന് നിർത്തുകയും ചെയ്യും. വീണ്ടും അത് കുറച്ച് കാലം കഴിഞ്ഞ് റിക്കർ ചെയ്യുകയും ചെയ്യും. സോ എപ്പോഴും ഡോക്ടറെ കൺസൾട്ട് ചെയ്യുന്ന സമയത്ത് എത്ര കാലം മരുന്ന് ചെയ്യണം, എപ്പം ഇതിന്റെ റെസ്പോൺസ് കിട്ടും, എന്താണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് എന്നുള്ളൊരു ധാരണയും കൂടെ നമുക്ക് ഉണ്ടാക്കിയെടുക്കേണ്ടതുണ്ട്. സ്കിൻ ഡിസീസസിനെ കുറിച്ചും സ്കിൻ കെയറിനെ കുറിച്ചും അറിയാനായിട്ട് സ്കിൻ സ്റ്റോറീസ് ചാനൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.